So good evening everybody. Welcome to Let's Crack Kerala Exams with Unacademy. എൻ്റെ പേര് അനുജ മേരി തോമസ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആൻഡ് എക്സ്പ്രസീവ് ആർട്സ് തെറപ്പി ട്രെയിനറാണ്. അൺഅക്കാഡമിയിൽ ഞാൻ സൈക്കോളജിയുടെ പോർഷൻസ് ആണ് നിങ്ങളെ പഠിപ്പിക്കുക. ആൻഡ് ലെറ്റ്സ് ക്രാക്ക് കേരള PSC with India's largest learning platform ആയ Unacademy. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാച്ച് കോഴ്സ് അലേർട്ടുകളുണ്ട്. ഓരോ ബാച്ചസ് ആയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, കാരണം ഓരോരോ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള കോഴ്സസും ബാച്ചസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ ദൗത്യം എന്ന് പറയുന്ന ഒരു കോഴ്സ് 3rd March സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 75 day കോഴ്സ് ആണ് for all the degree level exams. It has already started, and then you have got the Disha course which is also starting at 3rd March. മാർച്ച് 3-ാം തീയതി തുടങ്ങുന്ന ദിശ പ്രോഗ്രാമും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. ലൈക്ക് ജേതാവ് T20 സീരീസ് മൺഡേ ടു സാറ്റർഡേ 8 മണിക്ക് 20 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അതും നിങ്ങൾ നോക്കുക. ദെൻ ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ടായിരുന്നു ഫോർ 10th level പ്രിലിംസ്. അത് ഉടനെ ഇനി അടുത്ത ഡേറ്റുകളിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ദിശ പ്രോഗ്രാം ഓൾറെഡി നടന്ന ഒരു പ്രോഗ്രാമാണ്, എന്നാൽ അതിന്റെ കണ്ടിന്യൂവേഷൻ തീർച്ചയായിട്ടും ഇനി മുൻപോട്ടേക്ക് ഉണ്ടാകും. ആൻഡ് ദെൻ പ്ലസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്, അൺഅക്കാഡമിയുടെ പ്ലസ് ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ലേൺ ഫ്രം യുവർ ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സ്, ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിന്റെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പല രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷനുള്ള എല്ലാ കാര്യങ്ങളും, മോക്ക് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ എക്സസീവ് കവറേജ് ഓഫ് ദ സിലബസ്. നമ്മളെല്ലാവരും സിലബസ് കൈകിട്ടി കഴിയുമ്പോഴത്തേനും ഏത് സബ്ജക്ട് പഠിക്കണം, ഏത് ബുക്ക് പഠിക്കണം, ഏത് ടെക്സ്റ്റ് പഠിക്കണം എന്നൊക്കെ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം ആ സിലബസിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളാണ് അൺഅക്കാഡമിയിൽ നമ്മൾക്ക് പ്ലസ് ഫീച്ചർ ആയിട്ട് ലഭിക്കുന്നത്. ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇപ്പൊ ജേതാവ് T20 സീരീസ് ഒക്കെ പോലെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഫ്രീയും പ്ലസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സോ പ്ലസിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് പഠിക്കാം. അൺലിമിറ്റഡ് പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അൺലിമിറ്റഡ് PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വിത്ത് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ദെൻ മറ്റ് ഫീച്ചറുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. നമുക്കൊരാളുടെ വീഡിയോ കണ്ടത് വെച്ചിട്ട് നമുക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ ഇന്ത്യസ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ഫോർ കേരള PSC. നമ്മൾ ഇവരുടെയൊക്കെ വീഡിയോസ് ഒരിക്കലെങ്കിലും PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഒരു വീഡിയോ എങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളവരായിരിക്കും. സോ ദീസ് ആർ ദ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ഫോർ കേരള PSC വിത്ത് അൺഅക്കാഡമി. ആൻഡ് ദെൻ ദിസ് ഇസ് യുവർ അൺഅക്കാഡമി. നമ്മുടെ കോഴ്സുകൾ ഓരോന്നും എന്താ പറയുന്നത്, ആ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരുത്തുക എന്നുള്ളതാണ് അൺഅക്കാഡമിയുടെ ഉദ്ദേശം. സോ ദാറ്റ് ദേ ആർ ഡൂയിങ് എവറി സിംഗിൾ തിങ്, എവറി പോസിബിൾ തിങ് ടു മേക്ക് ഇറ്റ് വർക്ക് ദാറ്റ് വേ. ആൻഡ് അൺഅക്കാഡമിയുടെ ഫ്രീ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി അല്ലെങ്കിൽ ഫ്രീ കണ്ടന്റ് യൂസ് ചെയ്യുന്നതിനായിട്ട് അൺഅക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിന്ന് ഫ്രീ ലൈവ് ക്ലാസ്സസ്, കേരള PSC സെലക്ട് ചെയ്തതിനു ശേഷം ഫ്രീ ലൈവ് ക്ലാസ്സസ് സെലക്ട് ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് അവിടെ അതുവഴിയായിട്ട് റെഫറൽ കോഡ് കൊടുക്കുന്നത് വഴിയായിട്ട്, എൻ്റെ റെഫറൽ കോഡാണ് AMT10, അത് കൊടുക്കുന്നത് വഴിയായിട്ട് നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ വാസ് 9,350 ആൻഡ് നിങ്ങൾക്ക് 10% കിട്ടിയിരുന്നു. പക്ഷെ മാർച്ച് മാസം മുതൽ 5% ഡിസ്കൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ 12 മാസത്തേന് 9,350 രൂപയാണ് അല്ലെ? അതെ. അപ്പം അതോടൊപ്പം തന്നെ ഫീനിക്സ് അക്കാഡമി എഡ്യൂക്കേറ്റേഴ്സ് ആക്സലറേഷൻ പ്രോഗ്രാമും കൂടെ നടക്കുന്നു. അപ്പം അതിന്റെ ഡീറ്റെയിൽസും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ദെൻ സബ്സ്ക്രിപ്ഷൻ ടു പ്ലസ് നിങ്ങൾക്ക് EMI ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് MCQs. അപ്പം ഞാൻ MCQs ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ തിയറീസ് ഇച്ചിരി കട്ടിയാണ്. അപ്പോൾ തിയറീസ് ആയിട്ട് എടുത്തു പോയത് സൈക്കോളജിയുടെ PG ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോസിബിൾ ആയിട്ടുള്ള MCQs വഴിയായിട്ട് നമ്മൾക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആ ഒരു എന്താണ് സാഗരത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ വെൽക്കം ടു ദ ടോപ്പിക് പേഴ്സണാലിറ്റിയുടെ MCQs. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പം ആരെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
എന്താ പറയുക ഉത്തരങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും എന്നോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളോടൊപ്പം വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈവ് ചാറ്റിൽ വരിക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. One trait that dominates a personality so much that it influences nearly everything a person does. അതായത് ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ തുറമുഖങ്ങളെയും അല്ലെങ്കിൽ ആ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ട്രേറ്റ് ഉണ്ട്. ആ ട്രേറ്റിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക എന്നാണ് ചോദ്യം. ഒന്ന് ഓപ്ഷൻ എ ഗ്ലോബൽ ട്രേറ്റ്, ഓപ്ഷൻ ബി കാർഡിനൽ ട്രേറ്റ്, ഓപ്ഷൻ സി specific trait, option D central trait, option E secondary trait. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രേറ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അതായത് കോമൺ പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയുക പല പല ട്രേറ്റുകൾ ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ആ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ട്രേറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഹിയർ ഇസ് ആക്ച്വലി ഓപ്ഷൻ ബി കാർഡിനൽ ട്രേറ്റ് എന്നാണ്. മദർ തെരേസയുടെ ട്രേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അൾട്രൂസം, അതായത് ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അൾട്രൂസം എന്ന് പറയുന്ന ട്രേറ്റ് ആണ് എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാർഡിനൽ ട്രേറ്റ് ആണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ട്രേറ്റ്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. The more hot and humid the weather, the less clothing a person wears is an example for. But just ഒരു ചോദ്യം മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. The more hot and humid the weather, the less clothing the person wears is an example for what? ഇതിന്റെ example ആണിത്. This is actually an example for option A moderate correlation, option B low correlation, option C negative correlation, option D high positive correlation, no relationship. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആകുമ്പോഴത്തേക്കും ഒരു വ്യക്തി കുറച്ച് ഡ്രസ്സ് ധരിക്കുന്നു. അപ്പൊ അതെന്തായിരിക്കാം? ഇറ്റ് മൈറ്റ് ബി ഹൈ പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 4. Talkative versus silent, frank, open versus secretive, adventurous versus cautious, sociable versus reclusive. These traits describe which dimension of personality. അപ്പം ഇത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വലിയ ഡയമെൻഷൻസ് അടങ്ങുന്ന പല പല കാര്യങ്ങൾ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കാര്യമാണ് ഇത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പല പല ട്രേറ്റ്സ് അടങ്ങുന്ന പല പല ഡയമെൻഷൻസ് ഉള്ള ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി. അപ്പോൾ ടോക്കറ്റീവ് വേഴ്സസ് സൈലന്റ്, ഫ്രാങ്ക്, open versus secretive, adventurous versus cautious, sociable versus reclusive. These traits describe which dimension of personality എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ഏത് ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റിയിൽ അടങ്ങിയിരിക്കുന്നതാണ്? എഗ്രിയബിൾനെസ് ആണോ? അല്ല. ബി കൺഷ്യസ്നെസ് ആണോ? അല്ല. ഓപ്ഷൻ സി എക്സ്ട്രോവേർഷൻ, ഓപ്ഷൻ ഡി കൾച്ചർ, ഓപ്ഷൻ ഇ ഇമോഷണൽ സ്റ്റെബിലിറ്റി. അപ്പം ടോക്കറ്റീവ് വേഴ്സസ് സൈലന്റ്, ഫ്രാങ്ക്, ഓപ്പൺ വേഴ്സസ് സെക്രറ്റീവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ദിസ് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു എക്സ്ട്രോവേർഷൻ. എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയുടെ ഡയമെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. Okay, so next ചോദ്യം. And then approximately how many trait words for personality are there in English language? English language ൽ personality traitകൾ approximately എത്ര എണ്ണമാണെന്നാണ് ചോദ്യം. So the answer is A, 18,000. 18,000ഓളം ട്രേറ്റുകൾ ഉണ്ടെന്നാണ്, ട്രേറ്റിന്റെ വാക്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. Okay, so question number 6. Who is the pioneer that proposed the basic dimension of normal personality and devised a questionnaire 16 PF to measure them? ആരാണ്, ഏത് പൈനിയർ ആണ് 16 ബേസിക് ഡയമെൻഷൻസ് ആണ് ഒരു നോർമൽ പേഴ്സണാലിറ്റിക്ക് ഉള്ളതെന്ന് പറഞ്ഞതും 16 PF എന്ന് പറയുന്ന ക്വസ്റ്റ്യനെയർ ഡിവൈസ് ചെയ്ത വ്യക്തിയും ആരാണ്? ഓപ്ഷൻ എ കാൾ യുങ്, ഓപ്ഷൻ ബി റെയ്മണ്ട് കറ്റേൽ, ഓപ്ഷൻ സി ജൂലിയ റോട്ടർ, ഓപ്ഷൻ ഡി ഗോർഡൻ ഓൾപോട്ട്, ഓപ്ഷൻ ഇ നൺ ഓഫ് ദ എബവ്. അപ്പം ആരാണ് ഇതിന്റെ ചോദ്യം? നമുക്കറിയാം 16 PF കൊണ്ടുവന്ന് വെച്ചത് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് റെയ്മണ്ട് കറ്റേൽ ആണ്. സോ ദ ആൻസർ ഇസ് റെയ്മണ്ട് കറ്റേൽ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 7. When analyzing a past president to describe his personality by coding letters or speeches he has written, you are using a process called. അപ്പം അതായത് ഏത് ഒരു വ്യക്തിയുടെ ഒരു പാസ്റ്റ് പ്രസിഡന്റിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇപ്പം TNSJ എന്നൊക്കെ ഉള്ള രീതിയിൽ കോഡിംഗ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഇസ് ബി, കണ്ടന്റ് അനാലിസിസ്. വി ആർ യൂസിങ്
coding letters or speeches. Example പറഞ്ഞാണ് he has written, you are using which process called content analysis. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ലെറ്റേഴ്സും വെച്ചിട്ടാണ് അദ്ദേഹത്തെ എന്താ പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കണ്ടന്റ് അനാലിസിസ്. ഓക്കെ, സോ 8 during psychology class you are falling asleep. You know last night you only got 3 hours of sleep. Therefore you have a valid reason. The person sitting in front of you is sleeping also. You automatically think that they are lazy and really don't care about the class. This is an example of what? അതായത് നിങ്ങളുടെ സൈക്കോളജി ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുകയാണ്, നമുക്ക് 3 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള വാലിഡ് റീസൺ മനസ്സിലുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ ഉറക്കം തോന്നുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരികയാണ് ദാറ്റ് അയാള് ആ ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങുന്ന ആള് എന്താണ് ക്ലാസ്സിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, ഭയങ്കര ലേസി ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം ഇത് ഏത് ടൈപ്പ് ഓഫ് ബയാസ് ആണ് എന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഹിയർ ഇസ് ഒബ്സർവർ ബയാസ്. ഒബ്സർവർ ബയാസ് ആണ്. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. മുൻപേ ഇരിക്കുന്ന ആള് തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ എന്താ പറയുക ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ അതിനെ എന്താണെന്ന് വിളിക്കുക? ദാറ്റ് ഇസ് ഒബ്സർവർ ബയാസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 9. The non-lexical research on terms relevant to personality was conducted by whom and how many terms were compiled in the study? അതായത് the best non-lexical research on terms of relevance to personality was conducted by whom? ആരാണ് ലെക്സിക്കൽ റിസർച്ചില് പേഴ്സണാലിറ്റിയെ പറ്റി പഠനം നടത്തിയത് ആരാണ്? ആൻഡ് ഹൗ മെനി ടേംസ് വെയർ കമ്പൈൽഡ് ഇൻ ദ സ്റ്റഡി? എത്ര ടേംസ് പഠിച്ചു എന്നാണ് ചോദ്യം. സോ ദ 9th ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ഗോൾഡൻ ഓൾപോട്ട്. അദ്ദേഹം പഠിച്ചത് എത്ര ടേംസ് ആണ് നോക്കൂ, 17,953. So the answer is ഗോൾഡൻ ഓൾപോട്ട്. അദ്ദേഹമാണ് എന്താ പറയുന്നത് ബെസ്റ്റ് നോൺ ലെക്സിക്കൽ റിസർച്ച് എന്നറിയപ്പെടുന്നത് ഗോൾഡൻ ഓൾപോട്ടിന്റെ സ്റ്റഡിയാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 10. Positive correlation from 0.01 to 1.00 indicate that as one factor goes dash, the other factor goes up. Oh, sorry. I shouldn't be saying that. So question number 10, positive correlation indicates that as one factor goes what? The other factor goes positive correlation എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗൺ ആണോ, അപ്പ് ആണോ, അപ്പ് ആണോ, ഡൗൺ ആണോ? ഓപ്ഷൻ സി അപ്പ് ആണോ? ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണോ? ഓപ്ഷൻ ഇ ഓൾ ദ എബവ് ആണോ? സോ വാട്ട് ഇസ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 10? ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ ഉത്തരം എന്താണ്? ദിസ് പോസിറ്റീവ് കോറിലേഷൻ. സോ ദ ആൻസർ ഇസ് അപ്പ് ആൻഡ് അപ്പ്. ഓക്കെ, സോ ദാറ്റ് ഇസ് പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇപ്പം സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു കാര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് പോസിറ്റീവ് ബോഡി ഇമേജും വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് ബോഡി ഇമേജും കൂടെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ആക്ച്വലി പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് പോസിറ്റീവ് കോറിലേഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ് as one factor goes up, the other factor also goes up. Okay, so that is positive correlation. Then question number 11. Which strategy improves the reliability of a research design? ഒരു റിസർച്ച് ഡിസൈനിന്റെ റിലയബിലിറ്റിയെ എന്താ പറയുന്നത് ഇംപ്രൂവ് ചെയ്യുന്ന ഫാക്ടർ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മേക്ക് ദ ടെസ്റ്റ് ഷോർട്ടർ. ടെസ്റ്റ് ഷോർട്ടർ ചെയ്യുമ്പോഴാണോ റിലയബിലിറ്റി വർദ്ധിക്കുന്നത്? അതോ ബി സ്റ്റാൻഡർഡൈസ് ഓൾ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ടെസ്റ്റ് ഇസ് അഡ്മിനിസ്റ്റർഡ് ഇൻക്ലൂഡിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്നാണോ? ഓപ്ഷൻ സി ഡിലീറ്റ് ഓൾ ഐറ്റംസ് ഫ്രം ദ ടെസ്റ്റ് that do not correlate with the other items എന്നാണോ? ഓപ്ഷൻ ഡി ബി ആൻഡ് സി only എന്നാണോ? ഓപ്ഷൻ ഇ എ ആൻഡ് ബി ആൻഡ് സി ആർ കറക്റ്റ് എന്നാണോ? അപ്പം ഏത് സ്ട്രാറ്റജിയാണ് ഒരു റിസർച്ചിന്റെ റിലയബിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഇസ്, നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. ഓക്കെ, മേക്ക് ദ ടെസ്റ്റ് ഷോർട്ടർ അല്ല എന്ന് നമുക്കറിയാം. സ്റ്റാൻഡർഡൈസ് ഓൾ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ടെസ്റ്റ് ഇസ് അഡ്മിനിസ്റ്റർഡ് ഇൻക്ലൂഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ശരി ആയ ഉത്തരമാണ്. ഡിലീറ്റ് ഓൾ ഐറ്റംസ് ഫ്രം ദ ടെസ്റ്റ് ദാറ്റ് ഡു നോട്ട് കോറിലേറ്റ് വിത്ത് ദ അതർ ഐറ്റംസ് അതും ശരിയാണ്. സോ ദ ആൻസർ ഇസ് ആക്ച്വലി ബി ആൻഡ് സി only. Okay, so got it? Next question. Question number 12. Which of the statements below are false? അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. Since personality psychology has competing viewpoints, it is considered a paradigm. The personality psychology different viewpoints ഉണ്ട്. ചില trait approach പറയുന്നു, psychoanalytical approach പറയുന്നു, biological personality approach പറയുന്നു. അപ്പോൾ പല അപ്രോച്ചുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, ഇതൊരു പാരഡിഗം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ നോക്കാം. Science judges the truth of statements based on the empirical method.
empirical method വെച്ചിട്ടാണ് സയൻസ് ജഡ്ജ് ചെയ്യുന്നത് പറയുന്നു. ഓപ്ഷൻ സി പേഴ്സണാലിറ്റി എൻകോംപസസ് ഡിഫറെന്റ് ഡൈവേഴ്സ് ക്വാളിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി സയൻസ് ഡിമാൻഡ്സ് ദാറ്റ് ഹൈപ്പോത്തസിസ് ബി ഡിസ്കാർഡഡ് ഇഫ് ദേ കൻ നോട്ട് ബി കൺഫേംഡ് ബൈ ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ വഴിയായിട്ട് നമുക്ക് ഹൈപ്പോത്തസിസുകളെ എന്താ പറയുന്നത് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമെന്ന് സയൻസിൽ പറയുന്നുണ്ടോ? ഇല്ല. അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് സയൻസ് ദ സ്റ്റഡി ഓഫ് പ്രൈവറ്റ് എക്സ്പീരിയൻസ് ഈസ് പ്രോബ്ലമാറ്റിക്. പ്രൈവറ്റ് എക്സ്പീരിയൻസിനെ പറ്റിയുള്ള പഠനം പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയുന്നുണ്ടോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 12 ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോൾസ് ആയിട്ടുള്ളത്? ഇതിൽ ഏതാണ് തെറ്റായ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോ ആർ ഫോൾസ്? അപ്പം സോ ദ ആൻസർ ഇസ് സിൻസ് പേഴ്സണാലിറ്റി സൈക്കോളജി ഹാസ് കമ്പീറ്റിംഗ് വ്യൂ പോയിന്റ്സ് ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ പാരഡൈം. ഒരിക്കലുമില്ല, ഇത് കമ്പീറ്റിംഗ് വ്യൂ പോയിന്റ്സ് ആണ്, പക്ഷെ നമ്മൾ അതിന്റെ എല്ലാം അതിനെ പാരഡൈം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഇറ്റ് ഇസ് വാലിഡ്, കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ വ്യൂ പോയിന്റ്സ് അതിലേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെന്റ് എ ഇസ് ആക്ച്വലി ഫോൾസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. What correlation coefficient value would most likely represent a completely inverse proportionality between a behavior and a trait? അപ്പം ഒരു ബിഹേവിയറും ട്രേറ്റും തമ്മിലുള്ളതിനെ എങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ഏത് കോറിലേഷൻ കോഎഫിഷ്യന്റ് വാല്യൂ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പം ഏതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് ഒരു ബിഹേവിയർ ആൻഡ് ട്രേറ്റ് പറയണമെങ്കിൽ ഏതായിരിക്കും? ഇറ്റ് ഇസ് ആക്ച്വലി ഓപ്ഷൻ എ 1.0. Okay, so then the question number 14. Which range best regards the number of central traits that have been identified? ഇതിൽ ഏത് റേഞ്ചിലാണ് എത്ര നമ്പർ ഓഫ് സെൻട്രൽ ട്രേറ്റ്സ് കോമൺലി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്? എത്രമാത്രം ഉണ്ട്? 5 മുതൽ 8 ആണോ, 5 മുതൽ 200 ആണോ, 17,000 to 18,000 ആണോ, 19,000 to 20,000 ആണോ? നൺ ഓഫ് ദ എബോവ് ആണ്. ആക്ച്വലി സെൻട്രൽ ട്രേറ്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഇസ് ബിറ്റ്വീൻ 5 to 8. Okay, so question number 15. Which of the following example is most likely to have a negative correlation? അപ്പോൾ ഇതിൽ ഏത് എക്സാമ്പിളിലാണ് നെഗറ്റീവ് കോറിലേഷൻ വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നമ്പർ ഓഫ് അവേഴ്സ് സ്പെൻഡ് ഡ്യൂറിങ് സ്റ്റഡിയിങ് ആൻഡ് ടെസ്റ്റ് സ്കോർ. ഇത് തമ്മിൽ നമ്പർ ഓഫ് അവേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഫോളോയിങ് എക്സാമ്പിൾ മോസ്റ്റ് ലൈക്ലി. ഇപ്പോൾ ഇത് നെഗറ്റീവ് കോറിലേഷൻ ആണോ? നമ്പർ ഓഫ് അവേഴ്സ് സ്പെൻഡ് സ്റ്റഡിയിങ് ആൻഡ് ടെസ്റ്റ് സ്കോർസ് ആണോ? Option B amount of violence television viewed and the number of aggressive acts committed ആണോ? ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യല്ലേ? How many times the subject smiles per day and their unpleasant level ആണോ? Weight and height ആണോ? Your test score and the Russian economy in 1994. അപ്പം ഇതിൽ ഏതിലാണ് നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് ചോദ്യം. So question number 15, the answer is C. How many times the subject smiles per day and their unpleasant level. അപ്പം എത്രമാത്രം ചിരിക്കുന്നു അത്രമാത്രം ഹാപ്പിനെസ് ആണ് കൂടുന്നത്. അപ്പം അൺഹാപ്പിനെസ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കോറിലേഷൻ വരുന്നത് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് നെഗറ്റീവ് കോറിലേഷൻ ഏതാണ്? ഓപ്ഷൻ സി ഹൗ മെനി ടൈംസ് ദ സബ്ജക്ട് സ്മൈൽസ് പെർ ഡേ ആൻഡ് ദെയർ അൺഹാപ്പിനെസ് ലെവൽ ആണ് നെഗറ്റീവ് കോറിലേഷൻ വരാൻ ചാൻസസ് കൂടുതൽ. Okay, so question number 16. The ancient Greek hypothesis that there were 4 different personality characteristics. അപ്പോൾ ancient Greek എന്താ പറയുക സ്റ്റഡീസ് പേഴ്സണാലിറ്റിയെ പറ്റി പഠിച്ചവർ പറഞ്ഞത് there are 4 personality characteristics. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Irritability, optimism, pessimism, calmness. Option B calmness, depression, pessimism, irritability. Option C depression, irritability, pessimism, optimism. Option D irritability, depression, optimism, calmness ആണോ? Option E calmness, optimism, pessimism, depression എന്നതാണോ? So the answer for 16th question is actually D, that is irritability, depression, optimism and calmness ഉണ്ടെന്നാണ് ഗ്രീക്ക് ഹൈപ്പോത്തസിസ് പറയുന്നത്. Okay, so question number 17. Sheldon proposed, Sheldon എന്ന് പറയുന്ന psychologist, he was one of the prominent in studying about personality. Sheldon proposed 3 different types of traits. Okay, the traits that would be best described a football player would be. അപ്പം അദ്ദേഹം പറഞ്ഞു ബോഡി ടൈപ്പിനനുസരിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു. അപ്പം മീസോമോർഫിക് ഉണ്ട്, എക്ടോമോർഫിക് ഉണ്ട്, എൻഡോമോർഫിക് ഉണ്ട്. അപ്പം ഇതിൽ ഏത് ടൈപ്പാണ് ഒരു ഫുട്ബോൾ പ്ലെയറിന് ഉണ്ടാവുക എന്നതാണ് ചോദ്യം. സോ ക്വസ്റ്റ്യൻ നമ്പർ 17 അതെന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സോ ദ ആൻസർ ഹിയർ ഇസ് മീസോമോർഫ് ആണ് ഫുട്ബോൾ പ്ലെയർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Okay, so question number 18.
Which of the following would be an example of a correlation strategy of academic research? Which of the following would be an example of a correlation strategy of academic research? So option number A, testing a hypothesis with an experimental group. Option B, having a group fill out the questionnaire. Option C, using the scientific method. Option A, clinical diagnosing his or her patient. Option E, using the electric shock method to illustrate classical conditioning. Which of the following would be an example of correlation strategy of academic research? Academic research correlation strategy example so the answer here is having a group fill out a questionnaire is actually an example of correlation strategy of academic research. Okay, so question number 19. If you had a correlation of positive 1, the related items would be, if positive correlation 1 കിട്ടിയെങ്കിൽ the related items would be എന്തായിരിക്കും എന്നതാണ് ചോദ്യം. A, completely unrelated. Option B, moderately correlated. Option C, very high correlation. Option D, identical. Option E, lowered correlation. If you had a correlation positive 1 aanunnundengil the related item would be identical. Okay, so question number 20. In analyzing data, measurements are sometimes categorical. For example, smiles or frowns. This type of measurement is called. അതായത് നമ്മളൊരു ഡേറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ്സ് ചിലപ്പം കാറ്റഗോറിക്കൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്മൈൽസ് ഓർ ഫ്രോൺസ്. ദിസ് ടൈപ്പ് ഓഫ് മെഷർമെന്റ് ഇസ് കോൾഡ് ആസ് വാട്ട്? എന്തെന്നാണ് ഇതിനെ വിളിക്കുക? ഇറ്റ് ഇസ് ആക്ച്വലി വാട്ട്? ഇറ്റ് ഇസ് ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ്. അവിടെ ക്വാണ്ടിറ്റി ഒന്നുമല്ല, വാക്കുകളാണ്. Categorical ആയിട്ട് smiles or frowns എന്നൊക്കെ പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുവെങ്കിൽ തന്നെ that is qualitative measurement. Okay, so question number 21. If you say that a movie is really good and you like it, you would also assume that your best friend would like it. What implicit personality theory is this? If you say that a movie is really good and you like it, you would also assume that your best friend would like it. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇഷ്ടമാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. What implicit personality theory is? ഇതിലെ ഏത് implicit personality theory ആണെന്നാണ് ചോദ്യം. So question number 21. Option A, stereotype ആണോ? Option B, perceived similarity ആണോ? Option C, halo effect ആണോ? Option D, observer bias ആണോ? All the above ആണോ? Here നമ്മൾ കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനും ഇഷ്ടപ്പെടുന്നു നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അതേത് പേഴ്സണാലിറ്റി തിയറി ആണ് ഇവിടെ? ഇറ്റ് ഈസ് ബി, perceived similarity. So it's option B. In question number 22, a more neutral term personality type categories or a typical or exemplary instance of a category is what? എന്താണ്? A more neutral term personality type category or a typical or exemplary instance of a category ഇതിൽ ഏതാണ്? Option A, stereotype. Option B, observer bias. Option C, openness. Option D, open-mindedness. Option E, prototype. So it is actually option E, prototype. Prototype is a more neutral term, personality type category or a typical exemplary instance of a mental models ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. Okay. In question number 23, if one is measuring the relationship between two things and the research he or she does that there is absolutely no relation existing between the two, the correlation is what? അതായത് measuring the relationship between രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നു and the research he or she does that there is absolutely no relation, ഒരു റിലേഷനും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ കോറിലേഷൻ എത്രയാണെന്നാണ് പറയുന്നത്? It is actually 0. There is no correlation, so it is 0. In question number 24, from big 5 personality dimensions അനുസരിച്ച് behavior such as speaking fluently, displaying ambitions and exhibiting high degree of intelligence is ഏതിന്റെ പോർഷൻ ആണെന്നാണ് ചോദിക്കുന്നത്? ഏതിന്റെ കീഴിൽ വരുന്നു എന്ന് ചോദിക്കുന്നു? agreeableness ആണോ? Option B, openness ആണോ? Option C, extroversion ആണോ? Option D, conscientiousness ആണോ? Option E, neuroticism ആണോ? അപ്പോൾ ഇതിൽ ഏതാണ് ഈ താഴെ വരുന്ന? അതായത് fluently, speaking fluently, displaying ambitions,
അതോടൊപ്പം തന്നെ എക്സിബിറ്റിംഗ് എ ഹൈ ഡിഗ്രി ഓഫ് ഇന്റലിജൻസ്, ഇതൊക്കെ ഏതിന്റെ കീഴിൽ വരുന്നതാണ് എന്നാണ് ചോദ്യം. ബിഗ് 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻസിൽ ഏതിന്റെ കീഴിൽ വരുന്നതാണെന്നാണ് ചോദ്യം. സോ ദ ക്വസ്റ്റ്യൻ നമ്പർ 24, the answer is what? ന്യൂറോട്ടിസം. ന്യൂറോട്ടിസത്തിന്റെ കീഴിൽ വരുന്നതാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, ന്യൂറോട്ടിസം, ഇമോഷണാലിറ്റി. ന്യൂറോട്ടിസം അല്ലെങ്കിൽ ഇമോഷണാലിറ്റി എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഓക്കെ, സോ ദെൻ എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ. അപ്പം ഏതൊക്കെയാണ് ബിഗ് 5 എന്ന് നമുക്കറിയാലോ. എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ. 2 എഗ്രിയബിൾനെസ്. Then അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ് എന്ന് നമ്മൾ വിളിക്കും. ഓപ്ഷൻ സി കൺഷ്യസ്നെസ്. ആൻഡ് ഓപ്ഷൻ 4 ന്യൂറോട്ടിസം, TCISM. And then 5, that is openness. Okay, so these are the 5 big 5 personality dimension. Okay, മനസ്സിലായല്ലോ. ഇതിനകത്തെ ഉത്തരം is actually neuroticism. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 25, സൈക്കോളജിസ്റ്റ് seeks to understand Rob's personality through his thoughts, beliefs and their impact on his behavior in certain situations. This is known as the what? The psychologist റോബ് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടോ റോബിന്റെ ചിന്തകൾ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബിലീഫ്സ് വെച്ചിട്ട് and their impact on his behavior, അവന്റെ ബിഹേവിയറിൽ ഇതിനുള്ള ഇമ്പാക്ട് in certain situations പഠിച്ചിട്ട് എന്താ പറയാ ആ റോബിന്റെ പേഴ്സണാലിറ്റി പറ്റി മനസ്സിലാക്കാൻ സൈക്കോളജിസ്റ്റുകൾ ശ്രമിക്കുന്നു. അപ്പം ഇത് ഏത് ഏത് അപ്രോച്ചിൽ വരുന്നതെന്നാണ് ചോദ്യം. സോ ക്വസ്റ്റ്യൻ നമ്പർ 25ന്റെ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ട്രേറ്റ് അപ്രോച്ച്, ഓപ്ഷൻ ബി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ഓപ്ഷൻ സി കോഗ്നിറ്റീവ് അപ്രോച്ച്, ഓപ്ഷൻ ഡി സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ച്, ഓപ്ഷൻ ഇ ഓൾ ദ എബവ്. സോ വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ്? അതായത് അവന്റെ തോട്ട്സും ബിലീഫ്സും ആണ്. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും തോട്ട്സും ബിലീഫ്സും ആയിട്ട് കണക്ട് ചെയ്യാവുന്ന ഏതാണ് ശരിക്കും പറഞ്ഞ ഇതിനകത്ത്? ഇറ്റ് ഈസ് ആക്ച്വലി കോഗ്നിറ്റീവ് അപ്രോച്ച്. സോ കോഗ്നിറ്റീവ് അപ്രോച്ചിലാണ് ഒരു വ്യക്തിയുടെ ബിലീഫ്സും തോട്ട്സും പഠിച്ച് അതിന്റെ ഇമ്പാക്ട് ബിഹേവിയറിൽ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നു. സോ ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് അപ്രോച്ച്. സോ ക്വസ്റ്റ്യൻ നമ്പർ 26. Devised personality is researched through 3 factors. 3 ഫാക്ടേഴ്സിലാണ് റിസർച്ച് ചെയ്യുന്നത്. എക്സ്ട്രോവേർഷൻ, ന്യൂറോട്ടിസം ആൻഡ് സൈക്കോട്ടിസം. ഈ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് മോഡൽ ഏതാണ്? ഏത് പേഴ്സണാലിറ്റി ട്രേറ്റ് മോഡലിലാണ് എക്സ്ട്രോവേർഷൻ, ന്യൂറോട്ടിസം, സൈക്കോട്ടിസം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 26ന്റെ ഓപ്ഷൻസ് ഇതാണ്. ഐസെങ്ക്സ് ട്രേറ്റ് മോഡൽ, ഓപ്ഷൻ ബി മയേഴ്സ്-ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ, ഓപ്ഷൻ സി സ്മിത്ത് മോഡൽ, ഓപ്ഷൻ ഡി കെറ്റേലിന്റെ 16 ഫാക്ടർ മോഡൽ, ബിഗ് 5. സോ അപ്പൊ ഇതിനകത്ത് ഏതാണ് വരുന്നത്? ഐസെങ്കിന്റെ ട്രേറ്റ് മോഡലിനകത്താണ് പേഴ്സണാലിറ്റിയെ 3 എക്സ്ട്രോവേർഷൻ, ന്യൂറോട്ടിസം, സൈക്കോട്ടിസം എന്നതിന്റെ പേരിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. യെസ് പ്രവണ, വെൽക്കം. സോ ക്വസ്റ്റ്യൻ നമ്പർ 27 CA അങ്ങനെ ഇടുവാൻ എളുപ്പം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഇടാൻ നോക്കാം കേട്ടോ. So question number 27. What type of personality focuses on how people adapt to everyday life and intervenes to improve the lives of individuals through therapy? അപ്പം ഏത് പേഴ്സണാലിറ്റി ആണ് എന്തിൽ ഫോക്കസ് ചെയ്യുന്നത്? ഹൗ പീപ്പിൾ അഡാപ്റ്റ് ടു, നമ്മൾ എങ്ങനെ എവറിഡേ ലൈഫുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു തെറാപ്പി വഴിയായിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ഏത് സൈക്കോളജിയിലാണ് നമ്മൾ പഠിക്കുന്നത് എന്നാണ് ചോദ്യം. സോ അക്കാഡമിക് സൈക്കോളജി ആണോ, ഓപ്ഷൻ ബി ക്ലിനിക്കൽ സൈക്കോളജി ആണോ, ഓപ്ഷൻ സി പ്രാക്ടിക്കൽ സൈക്കോളജി ആണോ, ഓപ്ഷൻ ഡി അപ്ലൈഡ് സൈക്കോളജി ആണോ, ഓപ്ഷൻ ഇ നൺ ഓഫ് ദി അബവ് ആണോ? So what type of personality focuses on how people adapt to everyday life, intervenes and improves the lives of personality through therapy? അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് വരുന്നത്? So the answer is clinical psychology. Okay, so question number 28. Sorry, ഇതിന്റെ ആൻസർ ഓൾറെഡി ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി എ ഫിനോമിനോളജിക്കൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി? ഇതിൽ ഏതാണ് ഫിനോമിനോളജിക്കൽ അപ്രോച്ച്? പേഴ്സണാലിറ്റിയുടെ പഠനത്തിൽ ഫിനോമിനോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ നമ്പർ എ emphasizes subject's feeling, option B empathizes subject's thought,
Option C, empathize, the meaning that people ascribe to events, not simply the objective events. Option D, attempt to understand an individual in his or her fullness rather than only selected aspect of a person's relevant to a small number of traits and other dimension. So ഇതിന്റെ ആൻസർ പറയേണ്ടതില്ലല്ലോ, ഇതിനകത്ത് all of the above. Phenomenological approach, study of personality ക്കകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, subjective feelings ആയിക്കോട്ടെ, thoughts ആയിക്കോട്ടെ, നമ്മൾ അതിന് കൊടുക്കുന്ന meanings ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽ ഇൻ ഫുൾനെസ്, എല്ലാ കാര്യങ്ങളും ഇതിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 29, what is the trait approach to personality? അപ്പോൾ trait approach ഇതിൽ ഏതാണെന്നാണ്. I am very sorry that the answer is given here. So answer നമുക്ക് നോക്കാം. Option A assumes that people are motivated by unconscious emotional conflicts. Option B assumes that each individual has stable personality characteristics. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും trait approach to personality പറയുന്നതാണ്. Trait approach to personality actually assumes that each individual has stable personality characteristics. ഓരോ ഇൻഡിവിജ്വൽസിനും stable personality characteristics ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. Okay, then question number 30, William Sheldon suggested that body build was associated to, അതായത് നമ്മുടെ ബോഡി ബിൽഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. Which one best describes a person who is sensitive and intellectual? അപ്പം എൻഡോമോർഫ്, മീസോമോർഫ്, എക്ടോമോർഫ്, ഈ 3 ടൈപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇതിൽ ഏത് ആണ് ഒരു വ്യക്തി വളരെ സെൻസിറ്റീവും ഇന്റലക്ച്വലും ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. സോ ക്വസ്റ്റ്യൻ നമ്പർ 30യുടെ ഉത്തരം is actually E, that is ectomorph. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31, Eysenck originally developed dash a highly researched factor theory of personality. അദ്ദേഹം മുമ്പോട്ടേക്ക് വെച്ചത് ഏതാണ്? ഐസെങ്കിന്റെ ഏതാണ്? ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒരു ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നു ആ 3 ഫാക്ടർ മോഡൽ. ഒരു വ്യക്തിയെ ഒരു 3 ഫാക്ടേഴ്സിലെ വെച്ചിട്ട് ഒരു വ്യക്തി പേഴ്സണാലിറ്റിയെ പറ്റി പഠിച്ചു, അത് ആരുടെ തിയറി ആണെന്നാണ്. 3 ഫാക്ടേഴ്സ് ആണ് ഐസെങ്കിന് വരുന്നത്. ഓക്കെ, ഇനി question number 32, there are dash trait dimensions in did Categorical propose. Categorical പറഞ്ഞ എത്ര trait dimensions ഉണ്ടെന്നാണ് ചോദ്യം. question number 32, 16 trait dimensions ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. Okay, in question number 33, which of the following are the aim of behavioral genetics is to learn? Which of the following are the aim of behavioral genetics is to learn about? Behavioral genetics and the aim എന്താണ് ചോദ്യം. The possibility of eradicating behavioral problems in children ആണോ? Option A അതാണ്. Option B, the ability of animals to learn language ആണോ? Option C, the extent to which genetics can modify people's behavior. Option D, the genetic and environmental influence on human behavior. All of the above, none of the above. A, B, C, D, E, F. ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്നാണ് ചോദ്യം. So the answer here is actually D, the genetic and environmental influence on human behavior. Okay, so next question number 34, which of the following characteristic describes someone who according to Maslow is self-actualized? അപ്പം Maslow പറയുന്നതനുസരിച്ച് self-actualized ആയിട്ടുള്ള വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക് ഈ താഴെ പറയുന്നതിൽ ഏതാണ് എന്നതാണ് ചോദ്യം. Creativity, confidence, spontaneity. D, none of the above. E, all of the above. It is actually what? All of the above. അതായത് highly self-actualized ആയിട്ടുള്ള ഒരു വ്യക്തി ക്രിയേറ്റീവ് ആയിരിക്കും, കോൺഫിഡന്റ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പോൾ the answer is actually what? All the above. Okay, so question number 35, which of the following is not a defense mechanism? ഇത് ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി റിഗ്രഷൻ ആണോ? ഓപ്ഷൻ സി പ്രൊജക്ഷൻ ആണോ? ഓപ്ഷൻ ഡി സബ്ലിമേഷൻ ആണോ? നൺ ഓഫ് ദി അബവ് ആണോ? ഇതിനകത്ത് നമുക്ക് അറിയാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഇൻഗ്രാസിയേഷൻ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൻസർ ഇസ് ഇൻഗ്രാസിയേഷൻ. ഓക്കെ, ഇനി question number 36, the MMPI is used to measure. MMPI നമ്മൾ എന്ത് മെഷർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? മിനിസോട്ട മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇൻവെന്ററി. അപ്പം ഇതിൽ ഏതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? So the answer here is personality and psychological disorders ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ MMPI ഉപയോഗിക്കുന്നു. Which of the following, question number 37, which of the following would not be useful to a behavioral geneticist? Behavioral geneticistന് യൂസ്ഫുൾ അല്ലാത്തത് ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ
case study. Option B, family studies. Option C, adoption studies. Option D, twin studies. Option E, none of the above. So ഇതിനകത്ത് behavioral geneticistന് ഉപയോഗമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ the answer here is case study ആണ്. ഫാമിലി സ്റ്റഡീസും അഡോപ്ഷൻ സ്റ്റഡി, ട്വിൻ സ്റ്റഡി എല്ലാം ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേസ് സ്റ്റഡി ഉപയോഗമില്ല, യൂസ്ഫുൾ ആയിരിക്കില്ല. Okay, question number 38. Which one best describes a person who is sensitive and intellectual? William Sheldon suggested that body build was associated with the personality trait. Similar question വേറൊരു രീതിയിലും തൊട്ട് മുമ്പ് ചോദിച്ചായിരുന്നു. So the answer for actually 38 is what? Answer for 38 is ectomorph. Ectomorph ആണ്. ഇത് ഞാൻ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാത്തതിന്റെ കാര്യം ഇതാണ്. സോ കണ്ടോ, അദ്ദേഹം 3 പേഴ്സണാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻഡോമോർഫ്, ectomorph ആൻഡ് മീസോമോർഫ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻഡോമോർഫ് എന്ന് വെച്ചാൽ ഫിസിക്കലി ക്വൈറ്റ് റൗണ്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, ക്വൈറ്റ് എ ലോട്ട് ഓഫ് ഫാറ്റ് സ്പ്രെഡ് അക്രോസ് ദ ബോഡി. എൻഡോമോർഫിനെ കാണെങ്കിൽ കണ്ടോളൂ, വൈഡ് ഹിപ്സ് ആൻഡ് നാരോ ഷോൾഡേഴ്സ് ഒക്കെ ആയിരിക്കും എൻഡോമോർഫിന്. എക്ടോമോർഫ് എന്ന് പറഞ്ഞാൽ എൻഡോമോർഫിന് ഓപ്പോസിറ്റ്, നാരോ ഷോൾഡേഴ്സ്, ഹിപ്സ്, വെരി ലിറ്റിൽ ബോഡി ഫാറ്റ് ആയിരിക്കും. മീസോമോർഫ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ റൗണ്ടും ഈ രണ്ടിന്റെ ഇടയ്ക്ക് മോസ്റ്റ് ഡിസൈറബിൾ ബോഡി ആയിട്ട് കരുതുന്നത് മീസോമോർഫ് ആണ്. അപ്പം എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ടെഡി ബെയർ കൈൻഡ് ഓഫ് പേഴ്സൺ, സോഷ്യബിൾ, ഫൺ ലവിംഗ്, ലവ് ഫുഡ്, ടോളറന്റ്, ഈവൻ ടെമ്പേർഡ്നെസ്, ഗുഡ് ഹ്യൂമർഡ്, റിലാക്സ്ഡ്, വിത്ത് എ ലവ് ഓഫ് കംഫർട്ട്, ഹാഡ് a need of affection എന്നാണ് പറയുന്നത്. So mesomorph എന്ന് പറയുമ്പോൾ adventurous, courageous, indifferent to what others think about, assertive, bold, competitive. I don't agree to all this, but still അദ്ദേഹം ഷെൽഡന്റെ ബോഡി പേഴ്സണാലിറ്റിക്കകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. 3 പേഴ്സണാലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നു, എൻഡോമോർഫ്, എക്ടോമോർഫ് ആൻഡ് മീസോമോർഫ്. ഓക്കെ, ഇതിനകത്ത് കൂടുതലും എന്താ പറയാ, നമ്മുടെ ഈ അത്ലറ്റിനൊക്കെ കൂടുതലായിട്ട് ഏതായിരിക്കും, എക്ടോമോർഫ് ആയിരിക്കും. സെൽഫ് കോൺഷ്യസ്, പ്രൈവറ്റ്, ഇൻട്രോവേർട്ട്, ഇൻഹിബിറ്റഡ്, സോഷ്യലി ആങ്സൈറ്റി, ആർട്ടിസ്റ്റിക്, ഇന്റൻസ് എല്ലാം കൂടെ വരുന്നത് കൊണ്ട് തന്നെ this can be ectomorph. Okay, so question number 39. Sheldon proposed a trait that would best describe a football player. ഏതായിരിക്കും ഫുട്ബോൾ പ്ലെയറിന് ശരിക്കും പറഞ്ഞാൽ ഏതായിരിക്കും, മീസോമോർഫ് ആയിരിക്കും. ഫുട്ബോൾ പ്ലെയർ അല്ലേ, so it can be mesomorph, most desirable body. Okay, so next ചോദ്യം. Sorry. Question number 40. One trait that dominates a personality so much that it influences nearly everything a person does. അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ട്രേറ്റിനെ എന്തെന്നാ വിളിക്കുക? നമ്മൾ ഈ ഒരു ചോദ്യം, സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം ഇതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി വാട്ട്? നിയർലി എവറിതിങ് a person does. ഏതാണ്? ഇറ്റ് ഈസ് ആക്ച്വലി കാർഡിനൽ ട്രേറ്റ്. കാർഡിനൽ ട്രേറ്റ് ആണ് എല്ലാ കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി കാർഡിനൽ ട്രേറ്റ് എന്താണെന്ന് നോക്കാം. ഡോമിനേറ്റ് ആൻഡ് ഷേപ്പ് ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ ഡോമിനേറ്റ് ചെയ്യുകയും ഷേപ്പ് ചെയ്യുന്നതിനെയാണ് കാർഡിനൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് മദർ തെരേസയുടെ ആൾട്രൂയിസം ഞാൻ നേരത്തെ പറഞ്ഞു. They stand at top of the hierarchy and are collectively known as individuals master control. അപ്പോൾ ഇൻഡിവിജ്വലിനെ മാസ്റ്റർ കൺട്രോൾ ചെയ്യുന്ന ഏതായിരിക്കും? ഈ കാർഡിനൽ ട്രേറ്റ് ആയിരിക്കും. സെൻട്രൽ ട്രേറ്റ് എന്ന് വെച്ചാൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. പക്ഷെ സെൻട്രൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദാറ്റ് ഫോം ദ ഫൗണ്ടേഷൻ ഓർ മോസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ട്രേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ വിച്ച് യു മൈറ്റ് ഡിസ്ക്രൈബ് എ പേഴ്സൺ സച്ച് ആസ് ഹോണസ്റ്റ്, ഹാർഡ് വർക്കിംഗ്, ഇന്റലിജന്റ് ആൻഡ് ഔട്ട് ഗോയിങ് ആയിട്ട് പറയുന്നു സെൻട്രൽ ട്രേറ്റ്. ഓക്കെ, ഇനി question number 41. Dash is an external unstable attribution for why something happens to a person. അപ്പം ഇതിന്റെ എന്താണ് attribution for why something happens to a person? 41. ഇതിന്റെ ഉത്തരം എന്താണ്? Option A, hard work. Option B, bad mood. Option C, the weather. Option D, fate. And option E, none of the above. So question number 14. The weather is an unstable attribution for something what happens. Hard workum bad mood ഒക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ്, ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ വെദർ ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആട്രിബ്യൂഷൻ. So question number 42. What is question number 42? Which of the following is the humanistic psychologist embrace the idea of? Humanistic psychologist embrace ചെയ്ത ഐഡിയ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. Repression, the id, unconscious rise, free will. The answer is free will. Humanistic psychologists പറഞ്ഞത് ഹ്യൂമൻ ഒരു പവർ ഉണ്ട് ടു ബ്രിങ് അബൌട്ട് ടു പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവുണ്ടെന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എംബ്രേസ് ദ ഐഡിയ ഇതിനകത്ത് ഏതായിരിക്കും? ഫ്രീ വില്ലാണ്.
Okay, so question number 43. Adler described that someone who feels as though they are not living up to expectations would be. അപ്പം ഒരു വ്യക്തി ആ വ്യക്തിയുടെ പൊട്ടൻഷ്യലിലേക്ക് വളരുന്നില്ല അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് വളരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നം ഏതാണ്? It is easy as this. It is an inferiority complex. Inferiority complex. So what is MMPI2? MMPI2 എന്ന് പറയുന്നത് എന്താണ്? Minnesota multiple ഓർമ്മയുണ്ടല്ലോ. So 44, what is the MMPI2 എന്താണ്? An objective personality test ആണോ? Self-report inventory ആണോ? Test designed for people who have psychological disorders ആണോ? D, all the above ആണോ? So ഇതെല്ലാം MMPയുടെ characteristics ആണ്. അതൊരു objective test ആണ്. Self report inventory ആണ്. അതോടൊപ്പം തന്നെ it is designed to have designed for people who have psychological disorders. Okay, in question number 45. According to Freud, during what stage does the superego emerge? A superego emerge ചെയ്യുന്ന കാലഘട്ടം ഏതാണെന്നാണ് ചോദ്യം. Question number 45. Genital സ്റ്റേജിലാണോ, ഓറൽ സ്റ്റേജിലാണോ, ഫലിക് സ്റ്റേജിലാണോ, ഏനൽ സ്റ്റേജിലാണോ? സോ സൂപ്പർ ഈഗോ എമർജ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയി കഴിഞ്ഞിട്ടാണ്. സോ ഇറ്റ് ഇസ് ഫലിക് സ്റ്റേജ്. ഓക്കെ, ഓറൽ, ഏനൽ, ഫലിക് അങ്ങനെ വരുന്നത്. ഓക്കെ, ഫലിക് സ്റ്റേജിലാണ്. സോ ഫാലിക് എന്ന് പറയും കേട്ടോ, ഞാൻ ഫലിക് എന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഇറ്റ്സ് ആക്ച്വലി ഫാലിക്. So question number 46. Attributing one's own unacceptable thoughts or feelings to someone else is called what? അതായത് ഒരു വ്യക്തിയുടെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സും ഫീലിംഗ്സും മറ്റൊരാളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നു? This is actually a defense mechanism that is called as projection. അതായത് എക്ക് ഉണ്ടാകുന്ന തോട്ട്സും ഫീലിംഗ്സിനെയും ഒക്കെ ബിയുടെ ആണെന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്നു. This is what? Projection. അപ്പം it is option B, projection. So question number 47. Which is the part of the personality that compels people to act in perfect accordance with their moral ideas? അപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഏത് പാർട്ടാണ് ഒരു വ്യക്തിയെ നമ്മുടെ മോറൽ ഐഡിയാസുമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അക്കോർഡൻസിൽ റിയാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് കമ്പൽ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദ ഇഡ്, ഓപ്ഷൻ ബി ദ സൂപ്പർ ഈഗോ, ഓപ്ഷൻ സി ദ പ്ലഷർ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മോറൽ ഐഡിയാസുമായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സോ ദ ആൻസർ ഫോർ 47 ഏതാണ്? വാട്ട് ഇസ് ആൻസർ ഫോർ 47? ഇഡ് ആണോ, സൂപ്പർ ഈഗോ ആണോ, പ്ലഷറബിൾ പ്രിൻസിപ്പിൾ ആണോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണോ? ആൻസർ ഇസ് വെരി ക്ലിയർ. Compels people to act in perfect accordance with moral ideas ആകുകയും it is what? Superego ആണ്. So it is option B, superego. In question number 48. Which theorist focuses on importance of self-concept in personality? Self-conceptനെ പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ള വ്യക്തി ആരാണ് എന്നതാണ് ചോദ്യം. So the answer is actually Carl Rogers. Carl Rogers ആണ് എന്താ പറയാ സെൽഫ് കോൺസെപ്റ്റിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത്. സോ ആൻസർ ഇസ് കാൾ റോജേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 49. Which one of the following statement about humanistic theory is false? ഇതിനകത്ത് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. They do not provide insight into the evil side of human nature. Option B, they are biased because they are based on individualistic values. Option C, they are based on studies of people with psychological disorders. Option D, they are difficult to test empirically. ഇതിൽ ഹ്യൂമനിസ്റ്റിക് തിയറീസിൽ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹ്യൂമനിസ്റ്റിക് തിയറിയെ പറ്റിയുള്ളതിൽ ഇതിൽ തെറ്റായിട്ടുള്ള ഇത് ഏതാണെന്നാണ് ചോദ്യം. So the answer is they are based on studies of people with psychological disorders എന്ന് പറയുന്നത് false ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. It is not based off that. ഇനി question number 50. ഇനി നമുക്ക് 50 more questions ഉണ്ട് കേട്ടോ. So question number 50. Studies of temperament provide evidence for which of the following? Option A, concept of congruence. Option B, Maslow's concept of self-actualizing person. Option C, sublimation. Option D, genetic contribution to personality. അപ്പം studies of temperament provide evidences for which of the following? അതായത് ടെമ്പർമെന്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചല്ലോ. സാങ്ക്വിൻ, മെലൻകോളിക്, അങ്ങനെ പല ടെമ്പർമെന്റ്സ് ഉണ്ട്.
അത് തുടക്കത്തിൽ കേട്ടോ. നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിനും പല ടെമ്പർമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടെമ്പർമെന്റ്സിനെ പറ്റി പഠിച്ചപ്പോൾ എന്താ പറയുക, ആ ഒരു സ്റ്റഡീസ് എവിഡൻസ് എന്തിനുള്ള എവിഡൻസ് ആണ് തന്നത് എന്നാണ് ചോദ്യം. കോൺസെപ്റ്റ് ഓഫ് കോൺഗ്രുവൻസ് ആണോ? ഓപ്ഷൻ ബി മാസ്ലോസ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ആക്ച്വലൈസിംഗ് പേഴ്സൺ ആണോ? ഓപ്ഷൻ സി സബ്ലിമേഷൻ ആണോ? ഓപ്ഷൻ ഡി ജനറ്റിക് കോൺട്രിബ്യൂഷൻ ടു പേഴ്സണാലിറ്റി ആണോ? സോ ദ ആൻസർ ഹിയർ ഇസ് ജനറ്റിക് കോൺട്രിബ്യൂഷൻ ടു പേഴ്സണാലിറ്റി. ടെമ്പർമെന്റുകൾ ശരിക്കും പറഞ്ഞാൽ എവിഡൻസ് തന്നത് ജനറ്റിക് കോൺട്രിബ്യൂഷൻ ഉണ്ട് പേഴ്സണാലിറ്റിക്ക് എന്നതിലാണ്. So the question number 51. When he was young, Greg's father was consistently promoted at work for his diligence. Greg saw this and learned to be a conscious worker himself. This fact would be most easily provided evidence for which theory of personality, അല്ലെങ്കിൽ whose theory of personality ആണ്. ഗ്രെഗ് അദ്ദേഹത്തിന്റെ അച്ഛൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അത് കണ്ടുപിടിച്ചു. അപ്പം ഈ ഗ്രെഗിന്റെ ഫാദറിനെ പോലെ ഗ്രെഗും ഒരു കൺഷ്യസ് വർക്കർ ആയിട്ട് മാറി. അപ്പം ഇത് ആരുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. ഇറ്റ് ഇസ് ആക്ച്വലി ആൽബർട്ട് ബന്ദുര. ഒബ്സർവേഷൻ ലേണിംഗിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആൽബർട്ട് ബന്ദുര. Okay, so question number 52. Which is an advantage of projective personality test? Projective personality test ന്റെ എന്താണ് അതുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, advantage എന്താണെന്നാണ് ചോദ്യം. So the answer here is 52, that is C. They are not transparent to the subject. Subjectന് transparent ആയിരിക്കുകയില്ല. Okay, what is the advantage of projective personality test? They are very reliable എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. Different people would score them same way. തെറ്റ് ഓരോരുത്തരും പല രീതിയിലായിരിക്കും അതിനെ സ്കോർ ചെയ്യുക. They have live scores that indicate whether the subject are being deceptive. They are not transparent to the subject. അത് സബ്ജക്റ്റിന് മനസ്സിലാവില്ല എന്താണ് ശരിക്കും പറഞ്ഞാൽ അസസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. So it is not transparent. Okay, ഇനി question number 53 question number എന്താണെന്ന് നോക്കാം. which of Jung's belief differed from Freud's theory? ഫ്രോയിഡിന്റെ തിയറി ആയിട്ട് ഡിഫർ ചെയ്ത് യുങ്ങിന്റെ ബിലീഫ് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നമ്പർ എ, everyone has a collective unconscious. Option B, the unconscious is important in shaping personality. Option C, the main motivation for behavior is a striving for superiority. Option D, behavior depends on the consequence that follow it. Appo question number 53 യുടെ ഉത്തരം is actually everyone has a collective unconsciousness എന്ന് പറഞ്ഞ എന്താ പറയുക, ഫ്രോയിഡുമായിട്ട് യുങ്ങിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബിലീവ് ചെയ്തു everyone has a collective unconsciousness. Okay, ഇനി dash is the complex of mental characteristics that makes each of us unique from other people. Dash is a complex mental characteristics. എന്താണ് ആ ഒരു mental characteristics which makes unique from other people? നമ്മളെ ഒരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള കോംപ്ലക്സ് മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്നാണ് ചോദ്യം. ഹെറിഡിറ്റി ആണോ, ഇമോഷണൽ ടോൺ ആണോ, സി പേഴ്സണാലിറ്റി ആണോ? സോ ദ ആൻസർ ഇസ് വെരി സിമ്പിൾ ആൻഡ് ഓബ്വിയസ്, ദാറ്റ് ഇസ് പേഴ്സണാലിറ്റി. Our personality is developed as a result of what? Genetic inheritance മാത്രമാണോ, environmental influence ആണോ, both of the above ആണ്? This is nature versus nurture ചോദ്യമാണ്. So both of the above. Both has equal influence. Okay. The question number 56. Which of the following things can have an effect on the development of an individual's personality? Individual personality ആയിട്ട് അല്ലെങ്കിൽ ഏത് ബന്ധപ്പെട്ടിരിക്കുന്ന following things can have an effect on development of an individual's personality. So question number 56, it is physical and mental capabilities ബന്ധം ഉണ്ടാവാം, effect ഉണ്ടാവാം, health and physical appearance ഉണ്ടാവാം, skin color, gender, sexual orientation ഉണ്ടാവാം. So the answer is actually all the above. All of these following things can have an effect on the development of individual personality. Okay, so question number 57. In China, children are usually taught to what? Think and act independently of other family members. Be self-reliant rather than dependent on other family members. Think and act as a member of their family and to suppress their own wishes when they are in conflict with the need of the family. Option D, A and B. Option E, none of the above. Option C ആണ് thinks and acts as a member of their family and to suppress their own wishes when they are in conflict and when with the needs of the family. Okay, outside of the Western world, personality question ചോദ്യങ്ങളാണ് കേട്ടോ. ഇതൊന്നും നെറ്റിന് വരില്ല. These questions won't be there for the net. അപ്പം ജസ്റ്റ് പേഴ്സണാലിറ്റിയെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് അതിനെയൊക്കെ ഞാൻ എന്താ പറയുക MCQs ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. So outside of the Western world, boys are socialized easily, essentially the same as girls.
Option B, girls are rarely encouraged to learn how to do domestic chores. Option C, children who do not follow traditional gender patterns in play and other activities are rarely labeled as marginal or deviant. Option D, none of the above. So it is actually 58. None of the above. ഇതൊന്നും സംഭവിക്കുന്നതല്ല. Outside of the Western world, boys are socially essential as the same. None of the above. So question number 59. Which of the following statement is true? Ruth Bennett argued that national personality type do not exist. Option B, we often share personality trait with others, especially members of our own family community. The term model personality refers to the personality traits shared by all members of the society. Option B and C. The answer is actually B. We often share personality traits with others, especially the members of our own family and community. So, നമ്മുടെ environment നമ്മളിൽ hereditary influence ആണ് പറയുന്നത്. Okay. Question number 60. Largely as a result of field work in South Pacific, Margaret Mead came to conclusion that option A, masculine and feminine personality traits are genetically inherited. Option B, culture rather than genetic inheritance makes women nurturing towards children and passive in response to men. Option C, Samoan culture is puritanical and that is rigidly segregated boys and girls as they are growing up and forbids them to talk about sex. Option B and C. So the answer is culture rather than genetic inheritance make women nurturing towards children and passive in response to men in the Margaret Mead. But okay. So question number 61. The most common personality type within the society is what? Model personality ആണ് വളരെ common ആയിട്ട് കാണുന്ന ഒരു personality type. Okay, so question number 62. David Resman proposed that there are 3 common types of model personalities. Which of the following is one of them? ഏതാണെന്നാണ് ചോദ്യം. A Christian personality, an indigenous personality, a cosmopolitan personality, none of the above. Okay, so the answer is ഇതിനകത്തൊന്നുമുള്ളതല്ല ഡേവിഡ് റൈസ്മാൻ പ്രപ്പോസ് ചെയ്തത്. Okay, so question number 63. An individual's actions are most likely to be strongly controlled by conscience if they have a dash type of personality. അവർക്ക് ഏത് type of personality ഉണ്ടെങ്കിലാണ് ഒരു individual's actions are most likely to be strongly controlled by consciousness. Consciousness ആ വ്യക്തിയുടെ actionsനെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. When the personality is inner directed personality ആണെങ്കിലാണ് ആ ഒരു consciousness strongly വ്യക്തിയുടെ actionsനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകുന്നത്. Okay, so question number 64. Advocates of David Resman concept of model personality suggest that the traditional oriented personality is most common in dash society. It is very common in what? In small scale society. Okay, question number 65. Which of the following statement is true concerning personality? Personality true എന്ന് തോന്നുന്ന personality-യെ സംബന്ധിച്ച് true എന്ന് തോന്നുന്ന statements ഏതൊക്കെയാണ്? Option number A, people have either a traditional orientation, inner directedness or other directed personality. No one has a combination of traits of these different model personalities. Option B, other directed personalities are likely to be common in culturally diverse large-scale society. Option C, neither of the above statement is true. The answer is actually other directed personalities are likely to be common in culturally diverse large-scale societies. Okay, question number 66. People are not merely a random collection of traits, meaning that people's personality are വ്യക്തികൾ എന്ന് പറയുന്നത് ട്രേറ്റുകളുടെ റാൻഡം കളക്ഷൻ അല്ല. It is meaning that people's personality എന്താണെന്നാണ് ചോദ്യം. So question number 66, the answer is B, it is organized. അപ്പം people are not merely random collection of traits, meaning that the people's personalities are organized. Okay, so question number 67. When an individual is met with feelings of guilt or shame, it is likely because of this part of the psyche. അപ്പം ഈ ഗിൽറ്റും ഷെയിമും ഒക്കെ മൊറാലിറ്റിയെ സംബന്ധിച്ച് വരുന്നതുകൊണ്ട് തന്നെ the answer is actually what? Super ego. So question 68. The id is driven primarily by the impulse to seek pleasure and avoid pain, known as what?
നമ്മൾ എന്താണ് ഇതിനെ വിളിക്കുക? It is driven primarily by the impulse to seek pleasure and avoid pain. Primary processes എന്നാണോ? B pain principle എന്നാണോ? Option C secondary processes എന്നാണോ? Option D pleasure principle എന്നാണോ? So the answer is actually pleasure principle. Option D pleasure principle എന്നാണ്. It is driven primarily to impulse to seek pleasure and avoid pain. Okay, so the question number 69, the correct order of stages of psychosexual development. Psychosexual development in the correct order ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഇതിൽ എളുപ്പം ഓറൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓറൽ ഏനൽ ഫല്ലിക്കാണ് വരിക, ലേറ്റൻസി ജെനിറ്റൽസ് ആണ്. So the answer is D, oral anal phallic latency and genitals. Okay, so question number 69 ഉത്തരം was option D. ഇനി question number 70 യുടെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. Freud's conception of the conflict arising in phallic stage is problematic because A. Children are hardly ever attached to their caregivers. Children innately identify with their opposite sex parents. Allah, it is actually option C. Freud did not explain how a girl or a boy would understand the use of penis and its meaning. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് ആ ഒരു പീനിസ് ചെത്തി എന്താ പറയുക, സോറി ഐ ഡിഡ് നോട്ട് യൂസ് ദാറ്റ് വേർഡ്, അതായത് പേരൻസുമായിട്ടൊരു കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ എന്താ പറയുക, അതിന്റെ യൂസ് എന്താണ്, അതിന്റെ യൂസ് എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്നത് എന്നുള്ള കാര്യം ഫ്രോയിഡ് പറഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത് കളയുമോ എന്നുള്ളൊരു പേടി ബോയ്ക്ക് ഉണ്ടാവും. പെനിസ് ഏതെങ്കിലും രീതിയിൽ പേരന്റ് കട്ട് ചെയ്ത് കളയുമോ എന്നുള്ളൊരു പേടി ഈ കുട്ടിയുടെ മനസ്സിൽ ഫെലിക് സ്റ്റേജിലുണ്ടാവും. അത് പ്രോബ്ലമാറ്റിക് ആണ്. അപ്പം പക്ഷെ എന്നാൽ ആ ഒരു കാര്യം, ഈ പെനിസ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു കാര്യം ഈ ഗേളോ ബോയോ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ഫ്രോയിഡ് പറയുന്നില്ല. Okay, so question number 71. Freud used the term dynamic processes to refer to what? എന്തിനെ റെഫർ ചെയ്യാനാണ് ഡൈനാമിക് പ്രോസസ്സസ് എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്? He used it to use the interaction and the conflict among id, ego, superego. ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ ഡൈനാമിക് പ്രോസസ്സസ് എന്നാണ് അദ്ദേഹം റെഫർ ചെയ്തത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 72ന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം എന്താണെന്ന് നോക്കാം. ബിഹേവിയറിസ്റ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ടേംസ് ഓഫ്. Behaviorist theory of personality describe personality characteristics in terms of A. Conditioning, B. Intrinsic motivation, C. Innate personality characteristics, option D. Unconscious motives. The answer here is A. Conditioning. Behaviorist theories of personality describe personality characteristics in terms of what? Conditioning. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബിഹേവിയറിസ്റ്റുകൾ സംസാരിക്കുന്നത്. So the question number 73. According to humanistical പറയുന്ന അനുസരിച്ച് the approval and love we receive from important people in our lives should be freely given. This is called in the unconditional positive regard. നമ്മുടെ കൗൺസിലിങ്ങുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന unconditional positive regard. No matter whoever is coming in front of us, we give them love and approval. Okay, so that is unconditional positive regard. ഈ ഒരു കോൺസെപ്റ്റ് ഹ്യൂമനിസ്റ്റിക് തിയറിയിൽ നിന്നാണ്. Okay, according to this theory, self-esteem acts as a psychological buffer against the pervasive general anxiety all human beings feel when faced with the knowledge of their own inevitable death. ഡെത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽസും അനുഭവിക്കുന്ന ഒരു ജനറൽ ആങ്സൈറ്റി എന്നുള്ളതുണ്ട്. അപ്പം ഇതിനെ സെൽഫ് എസ്റ്റീമുമായിട്ട് ഒരു ബഫർ ഉണ്ട്, ആക്ട് ആസ് എ ബഫർ. സെൽഫ് എസ്റ്റീം ഇതിനൊരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഏത് തിയറിയുടെ കീഴിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹ്യൂമനിസ്റ്റിക് തിയറി, ഓപ്ഷൻ ബി terror management theory, option C anxiety avoidance theory, option D systematic desensitization theory. So the answer is actually terror management theory ആണ് പറഞ്ഞത്. Okay, question number 75. These are relatively stable personality characteristics, attributes and motivations that can be commonly captured in adjectives. Adjectivesൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന, adjective ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന common characteristics ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So question number 75, the answer is B, ട്രെയ്റ്റുകളാണ്. ഇനി question number 76. This is superordinate trait dimension describes to the degree to which a person is reserved, quiet and thoughtful versus assertive, outgoing, sociability. അപ്പം ഇത് തമ്മിൽ പേരിക്കുക. Degree to which a person is reserved, quiet, thoughtful versus assertive,
outgoing, sociable. അപ്പോൾ ഇതിൽ രണ്ടിന്റെയും ഏതിന്റെ കീഴിൽ ഏത് ഡയമെൻഷന് കീഴിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the answer is what? Introversion, extroversion. Introversionന്റെയാണ് ഇവിടെ വരുന്നത്. This is extroversion. So this is introversion versus extroversion. So question number 77. This is very important. The big five personality dimension that make up the 5-factor model can be that is expressed in the acronym. It is actually ocean. Ocean I explain. So question number 78. According to this idea, the very concept, traits and personality are not particularly meaningful when it comes to behavior. That in fact may be a little more than illusion. So question number 78, the answer is a self-fulfilling prophecy, person situation controversy, bystander perceiver controversy, fundamental attribution theory. So that is actually person situation. Person situation base traits okay. So question number 79, in order to understand your friends individual personalities, their individual trait scores are not enough. So Walter Mischel would say that you must also understand each person. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ട്രേറ്റ് സ്കോർ മാത്രം പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ വോൾട്ടർ മിഷേല് പറയുകയാണെങ്കിൽ എന്തും കൂടെ വേണം, നമ്മൾ എന്ത് കാര്യം കൂടെ മനസ്സിലാക്കണം എന്താണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം, സിറ്റുവേഷണൽ ബിഹേവിയർ പ്രൊഫൈൽ. നമ്മുടെ ട്രേറ്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ. ഇപ്പൊ നേരത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടോ, അപ്പൊ നമുക്ക് ട്രേറ്റ് മാത്രം അറിഞ്ഞാൽ പോരാ, ഒരു വ്യക്തി ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. Okay. In Judith Harris's account of peer influence on personality, this concept prompts that developing child to compare with others in order to establish his or her unique identity and contributions. എന്താണ്? So A status system ആണോ? Option B socialization system ആണോ? Option C gene environment system ആണോ? Option D conformity system ആണോ? So question number 80 യുടെ ഉത്തരം ഇതാണ്, ഒരു സ്റ്റാറ്റസ് സിസ്റ്റം ആയിട്ടാണ് is what influences personality according to what Judith Harris's account. Okay. In question number 81, in personality assessment, a projective test is the one that utilizes projective testകൾ എന്താണ് ഈ താഴെ പറഞ്ഞതിൽ ഉപയോഗപ്രദമാക്കുന്നത്. An ambiguous stimuli for a test taker to interpret. B. Standardized multiple choice questionnaire. Option C. Likert scale rating system. Test stimuli drawn from projective intelligence test. അപ്പോൾ ഇതിൽ ഏതാണ്? They actually ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഇങ്ക് ബോൾ ടെസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം. It is actually an ambiguous stimuli for test takers to interpret ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അതിൽ ആ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് എന്നതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ പേഴ്സണാലിറ്റി അസസ് ചെയ്യുക. In question number 82, critics charge that the standards for scoring the Rorschach testing ഇതുപോലെ projective test ആണ്. Rorschach may cause psychologically normal people to appear to have serious psychological disturbances. The test are not. അതായത് ഈ ഒരു റോഷാർക്കിന്റെ ടെസ്റ്റിന് എഗനസ്റ്റ് ആയിട്ട് ആൾക്കാർ പറയുന്നതാണ്, നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും സീരിയസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ചില സമയങ്ങളിൽ ഇതിന്റെ ഉത്തരങ്ങൾ വരിക എന്ന് പറയുന്നു. അപ്പോ ഇതിനെ ടെസ്റ്റ് is not considered as what പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞാലും അതിന് ഒരു വാലിഡ് മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കരുതുന്നില്ല. Okay, in question number 83, this is the first and probably still the most frequently used objective test of personality. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആദ്യം മുതൽ ഉപയോഗിച്ചു തുടങ്ങിയതുമായിട്ടുള്ള objective test of personality ഏതാണ് എന്താണ് ചോദ്യം. So the answer is Minnesota multiphasic personality inventory. MMPI 1 and 2 okay ഉണ്ട്. Okay, Minnesota multiphasic personality inventory. So question number 84. This technique is based on the fact that people who have certain traits or are experiencing certain states, example paranoia or anxiety, tend to endorse a certain statement as true about themselves while identifying other statement as false. അതായത് ചില എന്താ പറയുന്നത് ചില ട്രേറ്റുകളും അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ചില സ്റ്റേറ്റ്മെന്റ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആണെന്നും ചിലത് തെറ്റാണെന്നും ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതിനെ എന്തെന്നാണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ആക്ച്വലി ഓപ്ഷൻ ബി ക്രൈറ്റീരിയൻ കീ മെത്തേഡ്. Okay, in question number 85, which of the following is not one of the main methods of deriving traits? ട്രേറ്റുകൾ ഡെറൈവ് ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിക്കാത്ത
is ഒരു മെയിൻ മെത്തേഡായിട്ട് നമ്മൾ കാണാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ഹൈപ്പോതെറ്റിക്കൽ. സ്റ്റാറ്റിസ്റ്റിക്കൽ, ലെക്സിക്കൽ, തിയററ്റിക്കൽ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഹൈപ്പോതെറ്റിക്കൽ മെത്തേഡ് നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക ട്രേറ്റുകളെ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഡിറൈവിംഗ് ട്രേറ്റ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഹൈപ്പോതെറ്റിക്കൽ ഉപയോഗിക്കുന്നില്ല. So question number 86. Which of the following psychologists developed a psychometric test based on 5-factor model of personality? Eysenck ആണോ, Ketel ആണോ, Wiggins ആണോ? അല്ല, ഇതിൽ ആരുമല്ല big 5 personality factors വെച്ചിട്ടുള്ള questionnaire ഉണ്ടാക്കിയത്. Okay, so question number 87. Which of the following people are associated with personality trait approach which seeks to combine dispositional and situational approaches to personality meaningfully? Question number 87. The answer is Funder. Funder was the one who personality triad approach മുമ്പോട്ടേക്ക് വെച്ചത് Funder ആണ്. Okay, question number 88. According to Saussure and Goldberg, what type of word tends to be used to identify personality descriptors? Personality descriptors ne ഏത് word വെച്ചിട്ടാണ് നമ്മൾ identify ചെയ്യുന്നത്? Identify personality descriptors. The word that tends to be used to identify personality descriptors ഏതാണ്? Question number 88. It is adjectives ആണ്. നമ്മൾ ട്രേറ്റുകളെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് adjectives ആണ്. In question number 89, personality psychologists such as Ketel, Spearman and Eysenck all use factor analysis in their work. Okay, as they feel this was a more objective method of developing trait taxonomies. However, what are the criticisms of this approach? Factor analysis in the Ketel, Spearman and Eysenck ഒക്കെ ഉപയോഗിച്ച factor analysis in the criticism എന്താണെന്നാണ് ചോദ്യം. So the answer for this is actually choosing terms to enter into the analysis, identifying how many factors exist, choosing the factors name. ഇതെല്ലാം criticisms ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ്. ഇനി question number 90. The other dimensions, what other dimensions did Goldberg and Saussure suggest had been evidenced but not included in the 5-factor model? ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത 5-factor മോഡലിനകത്ത് ഉൾപ്പെടുത്താത്തത് ഏതാണെന്നാണ് ചോദ്യം. സ്പിരിച്വാലിറ്റി, religiosity ഉൾപ്പെടുത്തിയിട്ടില്ല, ഒന്നിലും ഉൾപ്പെടുത്തിയിട്ടില്ല. Okay, question number 91. Which of the following is not one of the typical names assigned to the dimension in the big 5 personality model? അതിനകത്ത് ഉൾപ്പെടുത്താത്തത് ഏത്? ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത ഏതാണെന്ന് നമുക്കറിയാലോ. ഓഷ്യൻ വെച്ചൊന്ന് നോക്കിയാൽ മതി. OCEAN. ഓഷ്യനകത്ത് സൈക്കോപത്തോളജി വരുന്നുണ്ടോ? സൈക്കോപ്പതി വരുന്നുണ്ടോ? ഇല്ല. So the answer is option C, psychopathy. Which of these is an example for intellectual disability? ADHD intellectual disability ആണോ? അല്ല. Autism spectrum അല്ല. So learning disability ആണോ? അല്ല. So an intellectual disability ആയിട്ട് കണക്കാക്കുന്നത് ഏതാണ്? Mental retardation ആണ്. Okay, question number 93. The founding father of modern personality theory ആരാണ്? It is none other than Golden Olport. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് വഴിയായിട്ട് അദ്ദേഹത്തെ മോഡേൺ പേഴ്സണാലിറ്റി തിയറി അതിന്റെ ഫാദർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി question number 94. Freud might explain war and man's inhumanity towards man in terms of what? എന്തായിട്ടായിരിക്കും? അതായത് Freud might explain war and man's inhumanity towards men. മനുഷ്യനോടുള്ള തന്നെ ഇൻഹ്യൂമനിറ്റി ഒക്കെ എന്തായിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തായിട്ടായിരുന്നിരിക്കാം എന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 94. ഇറ്റ് ഇസ് വാട്ട്? ഓപ്ഷൻ എ തനാറ്റോസ് ആണോ? ഓപ്ഷൻ ബി ലിബിഡോ ആയിട്ടാണോ നമ്മൾ അതിനെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി വിഷ് ഫുൾഫിൽമെന്റ് ആയിട്ടാണോ? ഈറോസ് ആയിട്ടാണോ? ഇറ്റ് ഇസ് തനാറ്റോസ്. Okay, so question number 95. The concept of inferiority complex is best associated with ആരാണ് പറഞ്ഞത്? ഫ്രോയിഡ് ആണോ? യുങ് ആണോ? ആഡ്ലർ ആണോ? ഹോണി ആണോ? ഇറ്റ് ഈസ് ആക്ച്വലി ആൽഫ്രഡ് ആഡ്ലർ ആണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ദ ടെസ്റ്റ് ഇൻ വിച്ച് one is assumed to project his or her personality into descriptions of ambiguous ink bolt is ഏതാണ്? ഇറ്റ് ഈസ് ആക്ച്വലി റോഷാർക്ക് ടെസ്റ്റിലാണ് ആംബിഗ്വസ് ആയിട്ടുള്ള ഇങ്ക് ബോൾസിനെ ഓരോ മീനിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിലാണ് നമ്മൾ ആ ഒരു രീതിയിലുള്ള പഠനം നടക്കുന്നത്. ഇപ്പം എന്താ പറയാ, ഇങ്ക് ബോൾ ടെസ്റ്റുകളുണ്ട്, വളരെ ആംബിഗ്വസ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത്
എന്ത് പറയുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതാണ് റോഷാർക്കിന്റെ ഇൻബോൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 97. According to Freud, the first time one becomes aware of and finds out the pleasure in one's own genitals is when one enters the dash stage of development. ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ എത്തുമ്പോഴാണ് ജെനിറ്റൽസിലുള്ള പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങുന്നതെന്നാണ് ചോദ്യം. ഫല്ലിക് സ്റ്റേജ് ആണ്. ഓക്കെ, അവിടെയാണ് കോംപ്ലക്സസ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഇസ് ഫല്ലിക് സ്റ്റേജ്. ഇനി വാട്ട് ഈസ് ദ MMPI-2? MMPI-2 എന്താണ്? ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണോ, സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി ആണോ, എ ടെസ്റ്റ് ഡിസൈൻ ഫോർ പീപ്പിൾ ഹു ഹാവ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണോ? സോ ദ ആൻസർ ഇസ് ഓൾ ദ എബവ്. ഇതെല്ലാം കൂടെയാണ്. Okay, according to Freud, during what stage does super ego emerge? Super ego emerge ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലാണെന്നാണ് ചോദ്യം. So the answer is actually B, phallic സ്റ്റേജിലാണ് സൂപ്പർ ഈഗോയും എമർജ് ചെയ്യുന്നത്. ഇനി question number 100. Which is the part of the personality that compels people to act in perfect accordance with their moral ideas? Moral ideas ആണോ സൂപ്പർ ഈഗോ ആണ്? Okay, so question number 101. Which theorist focused on the importance of the self-concept in personality? Personality self-concept in importance of കൊടുത്ത theorist ഏതാണെന്നാണ് ചോദ്യം. Carl Rogers ആണ്. So the answer is option A, Carl Rogers. Okay, so that's 101 questions. Thank you so much for watching. Please don't forget my code, that is AMT10. പേഴ്സണാലിറ്റിയുടെ ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. കാരണം ഇത് മലയാളത്തിൽ ഇതിന് ചോദ്യങ്ങൾ ഇട്ട് വായിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയത്. സെറ്റ് എക്സാമിന്, നെറ്റ് എക്സാമിന്, അതുപോലെ തന്നെ CDPOയ്ക്ക് ഇത്രയും പേഴ്സണാലിറ്റി ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ പേഴ്സണാലിറ്റിയെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് തിയറിറ്റിക്കൽ ക്ലാസ്സുകളെക്കാട്ടിലും കൂടുതൽ MCQs ഹെൽപ്പ് ചെയ്യും എന്നതിന്റെ ബേസിസിലാണ് ഈ 101 പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻ മുമ്പോട്ടേക്ക് വെച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ ഇടുക. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, യൂസ് മൈ കോഡ് AMT10. നിങ്ങൾ ഇനി മുൻപോട്ടേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ സ്പെഷ്യൽ ആയിട്ട് എടുത്തു തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് Let's Crack Kerala Exams with Unacademy. Anuja Mary Thomas.